ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കണത് നെടുമുടി വേണുവിനെയാണ് വരയ്ക്കണത്. പുള്ളിയുടെ ഒരു കുറച്ച് പഴയകാലത്തെ ഒരു പിക്ക് എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഭയങ്കര ഓൾഡായിട്ടുള്ളതല്ല, അല്ലാതെ തന്നെ ഒരു കുറച്ച് പഴക്കമുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആ സിനിമകളിൽ ഏതാണെന്നോ നമ്മുടെ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം, അങ്ങനത്തെ ആ ഒരു ടൈമിൽ പുള്ളിയുടെ ആ ഒരു ഫേസ് എൻ്റെ പിക്കാണ് വരയ്ക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കറിയില്ലെങ്കിലും പുള്ളി അഭിനയിച്ച കുറേ കഥാപാത്രങ്ങൾ, അതിലെ കുറച്ച് കഥാപാത്രങ്ങൾ എവിടേക്കോ ആഴത്തിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. ആ പുള്ളി എന്താ പണ്ട് കാലങ്ങളിൽ അഭിനയിച്ച പാട്ടുകളൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. അഭിനയിച്ച തേനും വയമ്പും എന്നുള്ള പാട്ട്, അതേകൂടാതെ തന്നെ പാടുവാൻ മറന്നുപോ സ്വരങ്ങൾ എന്ന് പറഞ്ഞ ഒരു പാട്ട്. പുള്ളി ഒരു സീനിയർ ആർട്ടിസ്റ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഭിനയിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പടങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. പ്രാക്ടീസ്. ഞാൻ ആദ്യകാലത്ത് വരയ്ക്കുന്ന കാർട്ടൂണുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നതെന്ന് എൻ്റെ ഉള്ളിലൊരു ഫീലുണ്ട്. അത് തോന്നാൻ ഒരേ ഒരു കാരണം, ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണമെന്നുകൊണ്ട് തന്നെയാണ്. ഞാനിന്ന് സംസാരിക്കാൻ എടുത്ത വേർഡ് ഫിറ്റ്നസ് എന്നുള്ള ഒരു വേർഡാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്ന എല്ലാ ദിവസവും വേണ്ട ഒരു കാര്യമാണ് ഫിറ്റ്നസ് എന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോൾ അത് യങ്ങായാലും ശരി, എന്താ പറയുക, ഓൾഡായാലും ശരി, എപ്പോഴും നമ്മൾ ഫിറ്റ്നസ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും കെമിക്കൽ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണതാണ് നമ്മൾ. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ, ആ ടൈമിൽ എന്താണ് ട്രെൻഡിങ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. അതും ശരീരം ശരിക്കും ടയേർഡാവുന്നവരെ നമ്മൾ ഓടി കളിക്കുമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന കളികൾ പൊതുവേ കുറവാണ്. പ്രത്യേകിച്ചും മിക്കവരും വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നിനെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഫോൺ നോക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിലിരിക്കുക, അങ്ങനെ ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ പിള്ളേരെയും കൂടി വളർത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ചാൽ ഇടയ്ക്ക് ഒരു മണിക്കൂറെങ്കിലും ഒരു വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നീങ്ങണം എന്നാണ് ഞാൻ പറയണത്. പിന്നെ മുതിർന്ന ആൾക്കാരോ ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ 100% ഞാൻ പറയണത് ചെറുതായിട്ടെങ്കിലും ഒരു വ്യായാമം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം നമ്മളത്രയും സ്ട്രെസ്സിലൂടെ കടന്നു പോണ ആൾക്കാരാണ്. അത് ഇരുന്ന ജോലിയായാലും ശരി, ഇല്ലെങ്കിൽ നമ്മൾ ബൈക്കെടുത്ത് മാർക്കറ്റിംഗ് നടക്കുന്ന ഒരാളായാലും ശരി, ഭയങ്കര സ്ട്രെസ്സുകൾ വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിന് ഒന്നുമില്ലെങ്കിൽ നമ്മൾ വാമപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ജിമ്മിൽ പോവുക, ഇല്ലെങ്കിൽ യോഗ ചെയ്യുക, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ, അങ്ങനെ ഇഷ്ടം പോലെ കാറ്റഗറി ഉണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണോ അത് നോക്കി വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടി എന്ന് ഞാൻ പറയണത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലർക്ക് മെഡിറ്റേഷൻ ആയിരിക്കാം, അതായത് കൂടുതൽ മൈൻഡിലുള്ള ഫ്ലോ, ആ ഒരു ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് ഒഴിഞ്ഞ് പിന്നെ ഫ്രീ ആയിട്ട് മൈൻഡ് വരാൻ വേണ്ടി ചില ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലർ ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്, ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടി. പിന്നെ ചിലർ ആഗ്രഹിക്കുന്നത് യോഗ ചെയ്യാൻ, ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പലതരം ആൾക്കാർക്ക് പല ബോഡിയാണുള്ളത്. അതായത് അവരവരുടെ ടേസ്റ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബോഡിക്ക് സൂട്ടാവുന്ന രീതിയിൽ ചെയ്യുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോകാറുണ്ട്. പക്ഷെ ഭയങ്കര ഹാർഡ് വർക്കൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുറച്ച് നേരം അവിടെ നിന്നിരുന്ന് ജസ്റ്റ് ബോഡി ഒന്ന് റിലാക്സ്ഡ് ആക്കിയിട്ട് ഒന്ന് വരാറുണ്ട്. വൈകിട്ട് ഒരു 6-7 മണിയാകുമ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈം നമുക്ക് സൂട്ടായ ഏതെങ്കിലും ഒരു ടൈം നമ്മളെടുത്ത് ചെയ്യുന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. പിന്നെ ഞാനിങ്ങനെ കേട്ടേക്കണം, ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമുള്ള 2000 കലോറി ആണെന്നാണ്. അതിൽ കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫുഡ് കൺട്രോളിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. പിന്നെ ഒരു 40 ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
ഓട്ടോമാറ്റിക് വന്ന് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ആവുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ വരാറുണ്ട്. അത് നമുക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മിഡിൽ ഏജായ ആൾക്കാരൊക്കെയാണോ ഇത് കാണുന്നതെങ്കിലും അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അവർ എങ്ങനെയെങ്കിലും ഹെൽത്തി ആയി പോകുക എന്നുള്ളതാണ് ഞാൻ പറയണത്. അത് എവിടെയെങ്കിലും ഒരു എന്താ പറയുക, യോഗയിലോ അല്ലെങ്കിൽ ജിമ്മിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മുടെ ബോഡി ഫിറ്റായിട്ട് വെക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ടേക്കണത്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവരും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുക, അതുകൂടാതെ എന്താ പറയുക വെയിലത്തിറങ്ങാതെ പിന്നെ ഹാർഡായിട്ടുള്ള എന്താ പറയുക വസ്തുക്കൾ എടുക്കാതെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ കംഫർട്ടിലേക്ക് കൊണ്ടുപോകുന്ന തരം ജോബുകളാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ബോഡീനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ എന്താ പറയുക, ഊർജം കിട്ടാനുള്ളതും അതുകൂടാതെ നമ്മുടെ ബോഡിക്ക് ശരിക്കും വേണ്ടത് ഒരു ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിലൂടെയാണ് കുറച്ചും കൂടി ബോഡി എന്താ പറയുക പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മൾ സ്മാർട്ട് വർക്ക് ബോഡിയിൽ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം സ്മാർട്ട് വർക്ക് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് മൂലയ്ക്ക് ഇരുന്ന് നമ്മൾ വെറുതെ ഇരുന്ന് ബോഡിക്ക് മാക്സിമം കംഫർട്ട് കൊടുക്കുന്ന ഒരു പരിപാടി, അത് ഒഴിവാക്കിയിട്ട് ഇത്തിരി ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ വെച്ചാൽ നമ്മൾ അതൊരു റുട്ടീനായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി അതനുസരിച്ച് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ളൊരു ഇത് വരും നമ്മുടെ ബോഡിക്ക്. ഇപ്പോഴത്തെ ചില അസുഖങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന അസുഖങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടാതാവുകയും അതുകൂടാതെ കൃത്യമായ ഹാർഡ് വർക്ക് ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫിസിക്കൽ പ്രോബ്ലമാണ് മിക്ക ആൾക്കാരിലും നമ്മൾ കാണുന്നത്. ചില ആൾക്കാർ പറഞ്ഞേക്കാം സമയം കിട്ടിയില്ല ആഹാരം കഴിക്കാൻ, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ജീവിക്കുന്നത് ഈ 2 കാര്യങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കുകയും കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് സ്പാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഫിറ്റ്നസ് അതുപോലെ നമ്മുടെ ഹെൽത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. നമ്മുടെ ഹെൽത്തി ഡയറ്റ്, അതേപോലെ ഫുഡ്, പിന്നെ ബോഡി ഹെൽത്തി ആക്കി നിർത്തുക എന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റ് പറഞ്ഞു നിർത്താനുള്ളത്. ഈ ലാസ്റ്റ് എൻ്റെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പഴയ ഒരു നെടുവിൻ്റെ ഒരു പിക്കാണ് വരുന്നത്. ഇത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്, കളർ ചെയ്തിരിക്കണതാണ്. ഇതിലെന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ട് കളയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് കാലങ്ങളിൽ കുറേ പാട്ടുകൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ഇപ്പോൾ നെടുവിന് വരയ്ക്കുമ്പോൾ ഭരതത്തിലെയും അതുകൂടാതെ ഹിസ് ഹൈനസ് അബ്ദുള്ള, അങ്ങനെ കുറച്ച് പടങ്ങൾ ഓർമ്മയിലേക്ക് ഓടി വരുന്നത്. ഏതായാലും കാലം കടന്നുപോയി. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.